വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസ് കരുമാലൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അന്യായമായ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കരിമാലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലങ്ങാട് കരിങ്ങാതുരത്തിലുള്ള KSEB ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ചാർജ് വർധന പ്രഖ്യാപിച്ചുടനെ തന്നെ കളമശ്ശേരിയുടെ MLA-യും കേരളത്തിന്റെ വ്യവസായ മന്ത്രിയുമായ P. രാജീവ് കോർപ്പറേറ്റ് കമ്പനികളുടെ എല്ലാം വലിയ വലിയ വ്യവസായങ്ങളുടെ എല്ലാം കറണ്ട് ചാർജ് വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ആഹ്വാനമുണ്ടായി. അപ്പോ വലിയ കമ്പനികളോ കോർപ്പറേറ്റ് കമ്പനികൾക്കോ ഒക്കെ കരിമാലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KR നന്ദകുമാർ അധ്യക്ഷനായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സമരം അന്യായമായി നിങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന് ഞങ്ങൾ ഈ സമരത്തിലൂടെ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടിന്റെ പാരമ്യത്തിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഇരുട്ടടി ജനങ്ങൾക്കായി ഈ സർക്കാർ സമ്മാനിച്ചിരിക്കുന്നത്. ഇത് ന്യായീകരിക്കാൻ കഴിയില്ല. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2019, 2022, 2023, 2024 ഇപ്പോൾ 5 പ്രാവശ്യമായി ഇവിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. 16 പൈസയും അടുത്ത സാമ്പത്തിക വർഷത്തിൽ 12 പൈസയും കർഷകർക്ക് 5 പൈസയും ആയി ഈ വർധനമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഫലത്തിൽ ഇപ്പോൾ പറയുന്നത് 16 പൈസ മാത്രമേ വർദ്ധിപ്പിച്ചിട്ടുള്ളൂ എന്നാണ്. ഫലത്തിൽ 28 പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 28 പൈസയുള്ളൂ എന്ന് നോക്കുമ്പോ ഒരു കുടുംബത്തിന് 300 രൂപയോളം വർധനവുണ്ടാകുന്ന സാഹചര്യമാണ്, അവരുടെ ജീവിത ചെലവിൽ വർധനവുണ്ടാകുന്ന സാഹചര്യമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് ഈ സർക്കാർ. ഇതെന്തുകൊണ്ടുണ്ടായി ഈ വർധനവ്? വൈദ്യുതി ബോർഡിനെ ഇത്രത്തോളം മോശമായ ഒരു ഭരണവൈകല്യം കൊണ്ട് തകർച്ചയിലേക്ക് ഉന്തിത്തള്ളിവിട്ട സർക്കാരാണ് പിണറായി സർക്കാർ. മറ്റൊരു KSRTC തകർന്ന് തരിപ്പണമായി പൂട്ടിയിടാൻ പോകുന്ന KSRTC-യെ പോലെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനം കേരളത്തിന്റെ അഭിമാനമാണ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചിരുന്ന KSEB ഇന്ന് 45,000 കോടി രൂപയുടെ കടബാധ്യതയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. DCC ജനറൽ സെക്രട്ടറി KV പോൾ, എക്സിക്യൂട്ടീവ് അംഗം ബാബു മാത്യു, UDF കളമശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ ഫ്രാൻസിസ് തറയിൽ, KSU ജില്ലാ പ്രസിഡന്റ് KM കൃഷ്ണലാൽ, ബ്ലോക്ക് ഭാരവാഹികളായ ഗർവാസിസ് മാനാടൻ, MA സുധീർ, MA അബ്ദുൽ ജബ്ബാർ, സുനിൽ തിരുവാലൂർ, അഡ്വക്കേറ്റ് KK റഷീദ്, VM സെബാസ്റ്റ്യൻ, റഷീദ് കൊടിയൻ, PS സക്കീർ, VK കുട്ടപ്പൻ, സന്തോഷ് P. അഗസ്റ്റിൻ, ലിയാഖത്ത് അലി മൂപ്പൻ, ലിൻഡോ അഗസ്റ്റിൻ, TA മുജീബ്, AM അബ്ദുൽ സലാം, PM സുരേഷ് ബാബു, സുരേഷ് മണ്ടോളി, സോഫി പൌലോസ്, എബി മാഞ്ഞൂരാൻ, PS സനിൽ, ജോയ് കൈതാരൻ, അഗസ്റ്റിൻ അക്കുന്നത്ത്, PP ജോയ്, ഷിബി പുതുശ്ശേരി, അഡ്വക്കേറ്റ് സിയാവുദ്ദീൻ, അനസ് കരിയാമ്പള്ളി, VP അനിൽകുമാർ, VA അബ്ദുള്ള, MM അബു, KS പൌലോസ്, ഫ്രാൻസിസ് പഞ്ഞിക്കാരൻ, അഷ്റഫ് അരീക്കോടത്ത്, CS സുനീർ, PS സുബൈർ ഖാൻ, ലിസി മാളിയേക്കൽ, സൈഫുന്നിസ, ജിജി സൈമൺ, അനീഷ് മങ്ങാട്ട്, ബുഷറ, വിജി ജോളി, സാറ റഹീം, മിനി പോളി തുടങ്ങിയവർ സംസാരിച്ചു. ഈ സർക്കാരിനെ നയിക്കുന്ന നേതാവ് ജനാധിപത്യ സമരങ്ങളെ നേരിട്ട വിവരം നമ്മൾക്കറിയാവുന്നതാണ്. ഈ സർക്കാർ അധികാരത്തിന് എത്തിയതിനു ശേഷം ഇത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ തുടർ ഭരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ 6ാമത് പ്രാവശ്യമാണ് നമ്മളുടെ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിക്കുന്നത്. 6ാമത് പ്രാവശ്യം എന്ന് പറയുമ്പോൾ ഇനി 7ാമതൊരു പ്രാവശ്യം കൂടി അടുത്ത മാർച്ചിൽ നമ്മളെ കാത്തിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ജനവികാരം ഉണർന്നു വരേണ്ട ഒരു ആവശ്യം ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അത് ഒന്ന് ഓർപ്പിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഉദ്ദേശം.